I won't. Sorry. I can't say anything about the movie. Okay. But you'll see on August 7th. Muay Thai illa. But actually, can we see in future a action heroine in Malayalam? Oh, I would love to. Yeah, that's great. yeah, I would love to explore that. To bring in Muay Thai in my movies, I would love to try it out. Yeah. Because all the heroines in Malayalam industry normally they will practice dance or something else. Yeah. That type of artist. I would love to dance also. Okay, Yeah. it's a different thing. Many of the artists doesn't know this type of martial arts, especially heroines. That's why. Yeah. So you have got a unique talent, and when I think Lalata, she has got a very different kind of attitude. Some poetic sense means we a journey towards inward. And Muay Thai martial arts, it's a bursting to outside. It's an action, so it's a combination of something uniqueness. Yeah. So how you build this both? It's totally different thing. Oh, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. But എല്ലാത്തിനും ഇതിലൊരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന വലിയ കാര്യമാണ്. മുയ്തായി ആയാലും ഏത് മാർഷ്യൽ ആർട്ടായാലും അതിൻ്റെ ഹയസ്റ്റ് ജെനിത് പിനാക്കിൾ എന്ന് പറയുന്നത് ഒരു മോക്ഷമാണ്. അല്ല, ഏത് ഒരു ആർട്ട് ഫോമിൻ്റെ ഹയസ്റ്റ് അതിൻ്റെ ജെനിത്ത് എന്ന് പറയുന്ന ഒരു സാൽവേഷനാണ്. അപ്പോൾ ഇപ്പോൾ മ്യൂസിക്കായാലും അല്ലേ, അതിലൂടെ നമ്മൾ വലിയ പഴയ പാട്ടുകാർ അതിൽ കൂടെ മോക്ഷപ്രാപ്തി നേടി എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ ഈ ആക്ടിങ് ആയാലും സിംഗിങ് ആയാലും ഡാൻസിങ് ആയാലും ഒക്കെ അതിൻ്റെ ഏറ്റവും ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് ഒരു സാൽവേഷനാണ്. അപ്പോൾ ആ ആർട്ട് ഫോം എന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മുടെ സിനിമയിലെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഡാൻസാണ്, ഒരു കൊറിയോഗ്രാഫിയാണ്. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റും. മായ നന്നായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മായയുടെ മൊയ്ത്തായിയുടെ ഒരുപാട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഡാൻസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷി ഹാസ് ഗോട്ട് ഒരു ഫ്ലെക്സിബിലിറ്റിയും അതിന് ഹൈ കോൺസെൻട്രേഷൻ വേണം. ഒരു മെഡിറ്റേഷൻ പോലെയാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നല്ലതായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു കുട്ടിയാണ്. എനിക്ക് ആക്ഷൻ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പം അപ്പു ആയാലും ആദ്യ സിനിമ തന്നെ പാക്കൂർ എന്ന് പറയുന്ന ഒരു പാർക്ക് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇറ്റ്സ് ലൈക്ക് എ ഡാൻസ്. അതിപ്പം നമ്മുടെ സിനിമയിലെ ഹയസ്റ്റ് മേക്ക് ബിലീഫാണ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും ഒരാളെ ഇടിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും. അത് നമ്മളെ അതിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത്തരം മാർഷ്യൽ ആർട്ട് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഫോക്കസ് വരും, നമ്മൾ കുറച്ചുകൂടെ കൺട്രോൾഡ് ആവും. പിന്നെ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ അവന് കുഴപ്പമാവുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാതിരിക്കാനേ നോക്കുള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ അങ്ങ് ചോദിച്ച പോലെ അതിൻ്റെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. കാര്യം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സൊക്കെയാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്.